എന്തായാലും ഫോറൻസിക്കിനെ കൂടെ വിവരങ്ങൾ അറിയിച്ച ഗ്രഫിക്ക്. ശരി സാർ, ഉടനെ അറിയിക്കാം. സാർ, സാർ എന്തെങ്കിലും സൂചനയോ തെളിവോ കിട്ടിയോ? തെളിവിന്റെ ഒരു അംശം പോലും കിട്ടിയിട്ടില്ല. അല്ല സാർ, നമുക്ക് വേണ്ട ചെയ്യാം. അപ്പൊ ഓക്കെ. സാർ, പുറത്ത് നിന്ന് ആരെങ്കിലും കടന്നു വന്നതായിട്ടോ എന്തെങ്കിലും പിടിവലി നടന്നതായിട്ടോ യാതൊരു സൂചനയില്ല. ഫോറൻസിക് കൂടെ വരട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു? എന്തായാലും അയാൾ സ്വയം ഇറങ്ങി പോവില്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നതുകൊണ്ട് ഇത് ക്രൈമെന്ന് തന്നെ തീരുമാനിക്കാം. FIR. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൽക്കാലം മീഡിയാസ് ഈ അന്വേഷണത്തെക്കുറിച്ച് അറിയാതിരിക്കും നല്ലത്. അല്ല സാർ, ഇതൊരു വാർത്തയായി കഴിഞ്ഞാ ഇങ്ങനെ ഒരു മിസ്സിംഗ് ആൾക്കാരെ അറിയും. നന്ദനെ കണ്ട സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കും. മാഡം തിരിച്ചും ചിന്തിക്കൂ. ഇതിന് പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നന്ദനെ മാറ്റിക്കളയും. അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് നേരാ. DVSP പറഞ്ഞ പോലെ ആരും അറിയണ്ട. ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇതൊരു പ്രത്യേക കേസായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും സാർ നല്ലത്. അതെ, അത് തന്നെ നല്ലത്. അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം അല്ലേ? ശരി സാർ. MLAയുടെ ഭർത്താവ് നിലയ്ക്കും സിദ്ധാർത്ഥൻ സാറിന്റെ മകൻ നിലയ്ക്കും നന്ദൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. പുറത്തിറങ്ങിയ മീഡിയകളെ കുഴപ്പം പിടിച്ച രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയം ലീക്കാവാൻ നോക്കണം. കാര്യങ്ങൾ പുറത്തിറങ്ങിയ വഷളാവുകയുള്ളൂ. എന്താ സാറിന്റെ അഭിപ്രായം? അല്ല, ഇനി അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആയാൽ മതി അന്വേഷണം. മാഡം, ഞങ്ങൾ നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടുവരും. മാഡം, ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ശരി സാർ. സാർ, ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണേ. ശരി. ശരി മാഡം.